ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന ലെസണാണ്. അതായത് അക്കൗണ്ടിങ്ങിൽ വരുന്ന ചില തത്വങ്ങളും പ്രമാണങ്ങളും പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആദ്യമായി ഗേപ്പ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ടു എൻഷുർ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ആൻഡ് മെത്തേഡ്സ്, certain accounting principles have been accepted by accountants all over the world. The rules and guidelines used in preparing accounting reports are termed as generally accepted accounting principles. അതായത് ലോകവ്യാപകമായി അക്കൗണ്ടിങ്ങിൽ ഒരു യൂണിഫോമിറ്റി വരുത്തുന്നതിന് വേണ്ടി ആണ് ഗ്യാപ്പ് ഇത് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ലോകവ്യാപകമായി അക്കൗണ്ടിങ് തയ്യാറാക്കുന്ന രീതിയിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് ഇത് നിർദ്ദേശിച്ചിട്ടുള്ളത്. 13 ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ് നമുക്ക് ഈ ലെസണിൽ ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്, റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, കൺസർവേറ്റിസം കോൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഇത്രയാണ് ആ കോൺസെപ്റ്റ്സ്. ഫസ്റ്റ് കോൺസെപ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓർ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ദിസ് കോൺസെപ്റ്റ് സീക്സ് ടു മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ബിസിനസ് ആൻഡ് ദി പ്രൊപ്പറേറ്റർ. അതായത് ഈ കോൺസെപ്റ്റ് പ്രകാരം ഓണറെ ഒരു ക്രെഡിറ്റർ ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്, അക്കൗണ്ടിങ് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നത്. അതായത് ഓണർ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാപിറ്റലായിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ബുക്കിൽ രേഖപ്പെടുത്താറ്. അതുപോലെ അയാളെ സ്വകാര്യ ആവശ്യത്തിന് പണം പിൻവലിച്ചു കഴിഞ്ഞാൽ ഡ്രോയിങ്സായും കാണിക്കും. അടുത്ത കോൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് മണി ഓർ മണീസ് വർത്ത് വിൽ ബി റെക്കോർഡഡ്. അതായത് അക്കൗണ്ടിങ് ബുക്കുകളിൽ പണത്തിൽ പ്രസ്താവിക്കാൻ വേണ്ടി പറ്റുന്ന വസ്തുതകൾ മാത്രമേ രേഖപ്പെടുത്താവൂ എന്നുള്ള ആശയമാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് പണത്തിൽ പറയാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിങ് ബുക്കുകളിൽ രേഖപ്പെടുത്താവൂ. അടുത്തത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. അതായത് ഒരു ബിസിനസ്സിന് ഇൻഡെഫിനിറ്റ് ലൈഫാണ് എന്നുള്ളൊരാശയമാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. അടുത്തത് അക്കൗണ്ടിങ് പീരീഡ് ഓഫ് ഇൻ്റർവെൽ ഫോർ വിച്ച് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഫോർ അസർട്ടൈനിങ് ദ റിസൾട്ട്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ റിസൾട്ട്, അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാനുള്ള ഒരു ഇടവേളയാണ് അക്കൗണ്ടിങ് പീരീഡ്. സാധാരണയായി ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു അക്കൗണ്ടിങ് പീരീഡായി കണക്കാക്കുന്നത്. അടുത്തത് കോസ്റ്റ് കൺസെപ്റ്റ്. ഓൾ ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് ദയർ അക്വിസിഷൻ കോസ്റ്റ് ഓൺലി. അതായത് നമ്മൾ ഒരു അസറ്റിൻ്റെ മേൽ ചെലവഴിച്ച തുക മാത്രമേ അക്കൗണ്ടിങ് ബുക്കിൽ രേഖപ്പെടുത്താവൂ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് കോസ്റ്റ് കൺസെപ്റ്റ്. അടുത്തത് ഡുവൽ ആസ്പെക്റ്റ്. എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ്, ഗിവിംഗ് ആസ്പെക്ട്സ് ആൻഡ് റിസീവിംഗ് ആസ്പെക്ട്സ്. ഏതൊരു ബിസിനസ് ഇടപാടിനും 2 വശങ്ങളുണ്ടായിരിക്കും, ഒരു ഗിവിംഗ് ആസ്പെക്റ്റും ഒരു റിസീവിംഗ് ആസ്പെക്റ്റും. 2 വശങ്ങളും രേഖപ്പെടുത്തണമെന്നുള്ള ഒരു അടിസ്ഥാന ആശയമാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റിലുള്ളത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ സാധാരണ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അക്കൗണ്ട് ചെയ്യാറ്. അടുത്ത കോൺസെപ്റ്റ് റവന്യൂ റെക്കഗ്നിഷൻ ഓർ റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്. റെക്കോർഡഡ് അറ്റ് ദി ടൈം വെൻ ദി ടൈറ്റിൽ ഓഫ് ഗുഡ്സ് പാസസ് ഫ്രം സെല്ലർ ടു ബയർ. പ്രസ്തുത അക്കൗണ്ടിംഗ് കാലയളവിൽ ഈടാക്കാൻ കഴിയുന്ന വരുമാനം മാത്രമേ അക്കൗണ്ടിൽ കാണിക്കാവൂ. ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അഡ്വാൻസ് തുകയോ മറ്റോ കണക്ക് പുസ്തകത്തിൽ കാണിക്കാൻ പാടുള്ളതല്ല എന്ന ഒരു ആശയമാണ് റവന്യൂ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കോൺസെപ്റ്റ് കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെക്കോർഡഡ് അറ്റ് ദി ടൈം വെൻ ദി ടൈറ്റിൽ ഓഫ് ഗുഡ്സ് പാസസ് ഫ്രം ദി സെല്ലർ ടു ബയർ. ബയറുടെ കയ്യിൽ സാധനം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു വരുമാനം ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്. അടുത്തത് മാച്ചിങ് കോൺസെപ്റ്റ്. അതായത് എക്സ്പെൻസസ് ആർ മാച്ച്ഡ് വിത്ത് ദി റവന്യൂ ഓഫ് ദാറ്റ് അക്കൗണ്ടിങ് പീരീഡ്. ബിസിനസ്സിൻ്റെ ഒരു അക്കൗണ്ടിങ് വർഷത്തിലുണ്ടാകുന്ന ചെലവുകൾ ആ വർഷത്തിൽ ബിസിനസ്സിന് ലഭിക്കുന്ന വരുമാനവുമായി യോജിക്കുന്നതായിരിക്കണം. അതായത് പ്രസ്തുത വർഷത്തിൽ ലഭിച്ച വരുമാനം അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ അതിനാവശ്യമായി വന്ന ചെലവുകളും പ്രസ്തുത വർഷത്തിൽ തന്നെ കാണിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് മാച്ചിങ് കോൺസെപ്റ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസസ്. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കണക്കാക്കുമ്പോൾ ആ വർഷത്തെ റവന്യൂവിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യാറാണ് ചെയ്യുക. അടുത്തത് കൺസിസ്റ്റൻസി. അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഷുഡ് റിമെയിൻ ദി സെയിം ഫ്രം വൺ ഇയർ ടു അനദർ. ഒരിക്കൽ നടപ്പാക്കിയ അക്കൗണ്ടിങ് തത്വങ്ങളും രീതികളും തുടർന്നുള്ള വർഷങ്ങളിലും പിന്തുടരേണ്ടതാണ് എന്നുള്ള ഒരാശയമാണ് ഈ കൺസെപ്റ്റിലുള്ളത്. നെക്സ്റ്റ്, കൺസർവേറ്റിസം. ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്സ് ആർ നോട്ട് ടു ബി കൺസിഡേർഡ് ബട്ട് ഓൺലി പോസിബിൾ ലോസസ് വൈൽ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അതായത് ബിസിനസ്സിനുണ്ടായേക്കാവുന്ന നഷ്ടസാധ്യതകൾ കണക്കുകളിൽ പരിഗണിക്കുകയും എന്നാൽ ലാഭം തീർച്ചപ്പെടുത്തിയതിന് ശേഷം മാത്രമേ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നൊരു തത്വമാണിത്. അതായത് ബിസിനസ്സിനുണ്ടായേക്കാവുന്ന നഷ്ടസാധ്യതകൾ നമ്മൾ പരിഗണിക്കണം, എന്നാൽ ലാഭസാധ്യതകൾ പരിഗണിക്കേണ്ടതില്ല. പക്ഷേ ലാഭം തീർച്ചപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അക്കൗണ്ടിംഗ് ബുക്കുകളിൽ രേഖപ്പെടുത്തേണ്ടതുള്ളൂ എന്ന ആശയമാണ് കൺസർവേറ്റിസം എന്ന കോൺസെപ്റ്റിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാധാരണ ഡെബ്റ്റേഴ്സിൻ്റെ മേലെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. ഇമ്പോർട്ടൻസ് ഷുഡ് ബി അറ്റാച്ച്ഡ് ഓൺലി ഇഗ്നോറിങ് ഇൻസിഗ്നിഫിക്കൻറ്റ് ഡീറ്റെയിൽസ്. അതായത് പ്രസക്തമായ കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തേണ്ടതുള്ളൂ, അപ്രസക്തമായ കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല. ഉദാഹരണം, സ്റ്റേഷനറി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കാറ്, അത് അസറ്റായിട്ട് കാണിക്കാറില്ല. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്, പ്രസക്തമായ കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തേണ്ടതുള്ളൂ. നെക്സ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി ഓർ വെരിഫയബിലിറ്റി കോൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് വെരിഫിക്കേഷൻ സപ്പോർട്ടഡ് ബൈ സം ഒബ്ജക്റ്റീവ് എവിഡൻസ്. അതായത് കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ സത്യസന്ധമായിരിക്കണം. അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ രേഖകൾ അഥവാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഉദാഹരണം, ബില്ല്, ക്യാഷ് മെമ്മോ, വൗച്ചേഴ്സ് തുടങ്ങിയവ. അടുത്തത് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിംഗ്. അതായത് രണ്ട് തരത്തിലുള്ള അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് ഉള്ളത്. ഒന്ന് സിംഗിൾ എൻട്രി സിസ്റ്റം, രണ്ട് ഡബിൾ എൻട്രി സിസ്റ്റം. ആദ്യമായി ഡബിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം ആസ് ഇറ്റ് റെക്കോർഡ്സ് ബോത്ത് ദി ആസ്പെക്ട്സ് ഓഫ് എ ട്രാൻസാക്ഷൻസ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇത് ഡുവാലിറ്റി കൺസെപ്റ്റ്, അതായത് ഡുവാലിറ്റി കോൺസെപ്റ്റ് പ്രകാരമുള്ള ഒരു സമ്പ്രദായമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. അതായത് രണ്ട് ആസ്പെക്ട്സും, അതായത് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്ട്സും അക്കൗണ്ട് ചെയ്യുന്നുള്ള ഒരു ശാസ്ത്രീയമായ രീതിയാണിത്. നെക്സ്റ്റ്, സിംഗിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. ഇൻ കേസ് ഓഫ് സം ട്രാൻസാക്ഷൻസ് ബോത്ത് ആസ്പെക്ട്സ് മേ ബി റെക്കോർഡഡ് ആൻഡ് ഫോർ സം അതേഴ്സ് ഓൺലി വൺ ആസ്പെക്ട് മേ ബി റെക്കോർഡഡ് അറ്റ് ഓൾ. ഇതൊരു അശാസ്ത്രീയമായ രീതിയാണ്. അതായത് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും രേഖപ്പെടുത്താത്ത ഒരു രീതിയാണിത്. ചില ഡെബിറ്റ് ആസ്പെക്റ്റും അല്ലെങ്കിൽ ചില ക്രെഡിറ്റ് ആസ്പെക്റ്റ് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ ഈ രീതിയിൽ. അടുത്തത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഇപ്പോൾ രണ്ട്
തരത്തിലുള്ള ബേസിസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ക്യാഷ് ബേസിസ്. എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയ്ഡ് ഓൺലി വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ് ആൻഡ് നോട്ട് വെൻ ദി റെസീറ്റ് ഓർ പേയ്മെൻറ്റ് ബിക്കംസ് ഡ്യൂ. പണം ലഭിച്ചതും പണം നൽകിയതുമായ കാര്യങ്ങൾ മാത്രമേ ഇത്തരം അക്കൗണ്ടിൽ രേഖപ്പെടുത്തുകയുള്ളൂ. പണം കിട്ടാനുള്ളതോ കൊടുക്കാനുള്ളതോ രേഖപ്പെടുത്തുന്നില്ല. അതാണ് ഈ ബേസിസിൻ്റെ പ്രത്യേകത. അടുത്തത് അക്രൂവൽ ബേസിസ്. അണ്ടർ ദിസ് കോസ്റ്റ് ഓഫ് ബിസിനസ് ഓഫ് എൻ അക്കൗണ്ടിംഗ് പീരീഡ് ആർ മാച്ച്ഡ് വിത്ത് ദി റവന്യൂ ഓഫ് ദാറ്റ് പീരീഡ്. ദാറ്റ് ഈസ് ദി റവന്യൂസ് ആൻഡ് കോസ്റ്റ് ആർ recognized in the period in which they occur rather when they are received or paid. ഈ രീതി പ്രകാരം പണം ലഭിച്ചതും പണം നൽകിയതുമായ കാര്യങ്ങൾ മാത്രമല്ല, പ്രസ്തുത വർഷത്തിൽ ലഭിക്കാനുള്ളതും നൽകാനുള്ളതുമായ കാര്യങ്ങൾ കൂടി അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ രീതിയുടെ പ്രത്യേകത. മിക്ക ബിസിനസ് ഓർഗനൈസേഷനും ഈ രീതിയാണ് ഫോളോ ചെയ്തു വരുന്നത്. നെക്സ്റ്റ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് യൂണിഫോം അക്കൗണ്ടിംഗ് റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് ഓർ പ്രാക്ടീസസ് ഫോർ പ്രിപ്പയറിംഗ് യൂണിഫോം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുമ്പോൾ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ യൂണിഫോമിറ്റിക്ക് വേണ്ടി ചില നിയമങ്ങൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രദാനം ചെയ്യുന്നു. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRS. It is a set of accounting standards for reporting different types of business transactions and events in the financial statements. അതായത് ലോകവ്യാപകമായി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു യൂണിഫോമിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് IFRS നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് എവിടെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു യൂണിഫോമിറ്റി ലഭിക്കാൻ വേണ്ടിയാണ് IFRS നിലവിൽ വന്നിരിക്കുന്നത്. അടുത്തത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി. ഇതെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ GST. ഈയിടെയായി ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു നിയമമായിരുന്നു GST. GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ഓൺ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇത് ഡെസ്റ്റിനേഷൻ ബേസ് ആയിട്ടുള്ള ഒരു നികുതിയായിരുന്നു GST. GST ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇന്ത്യ ഓൺ ജൂലൈ 1, 2017. ജൂലൈ 1, 2017 ഇന്ത്യയിൽ നിലവിൽ വന്നത്. വൺ നാഷൻ വൺ ടാക്സ് എന്ന മുദ്രാവാക്യത്തോടു കൂടിയായിരുന്നു GST നിലവിൽ വന്നത്. അപ്പോൾ നേരത്തെ പല സംസ്ഥാനങ്ങളിലായി മൾട്ടിപ്പിൾ ടാക്സ്, അതായത് ഒന്നിലധികം ടാക്സ് ചുമത്തുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ GST വന്നതോടുകൂടി അത് ഇല്ലാതായി. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അടുത്തത് കോമ്പണൻസ് ഓഫ് GST. GSTക്ക് 3 കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് CGST, 2 SGST, 3 IGST. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇറ്റ് ഈസ് ലെവീഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ചുമത്തുന്ന ടാക്സാണ് CGST. നെക്സ്റ്റ് SGST. ഇറ്റ് ഈസ് ലെവീഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. അതാത് സംസ്ഥാനം ചുമത്തുന്ന ടാക്സാണ് SGST. ഈ 2 ടാക്സും സംസ്ഥാനത്തിന് ഉള്ളിലേക്ക്, അതായത് സംസ്ഥാനത്തിനുള്ളിൽ ചരക്ക് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ചുമത്തുന്ന ടാക്സാണ്. അടുത്തത് ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റ്, അതായത് സംസ്ഥാനത്തിന് പുറത്ത് ചരക്ക് നീക്കുമ്പോൾ ചുമത്തുന്നതാണ് IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇറ്റ് ഈസ് ലെവീഡ് ബൈ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്
concurrently.